ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് മാജിക്കൽ ഗ്രാൻഡ്മ. ഫസ്റ്റ് പോയിന്റ്, മാജിക്കൽ അമ്മൂമ്മ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നു. അപ്പം ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മാജിക്കൽ അമ്മൂമ്മ ഒരു ചെറിയ ഗ്രാമം, എ സ്മോൾ വില്ലേജ്, ചെറിയ സ്മോൾ ഗ്രാമം വില്ലേജ്, താമസിക്കുക ലീവ്. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? മാജിക്കൽ ഗ്രാൻഡ്മ ലീവ്സ് ഇൻ എ സ്മോൾ വില്ലേജ്. ഇപ്പം താമസിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് ലീവാണ്, പക്ഷെ നമ്മളിവിടെ ലീവ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, നമ്മൾ അങ്ങനെ എഴുതിയത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ ഈ ഒരു ഫോം ഓർത്തിരിക്കുക. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റൻസ് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഗ്രാൻഡ്മയാണ് സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വെർബ് പ്ലസ് എസ് ഓർ ഇ എസ്. ഇവിടെ വെർബ് ലീവാണ് വെർബ്. അപ്പോൾ ലീവിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തപ്പോഴാണ് ലീവ്സ് ആയത്, ലീവ്സ്. അപ്പോൾ ഓർത്തിരിക്കുക, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇവിടുത്തെ സബ്ജക്റ്റ് ഗ്രാൻഡ്മയാണ് ഒരു സബ്ജക്റ്റ്. ഗ്രാൻഡ്മ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നമ്മൾ നോക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഹീ, ഷീ, ഇറ്റ്, ഇതൊക്കെ നമുക്ക് എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ട് എഴുതുന്ന സബ്ജക്ട്സ് ആണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഐ, യു, വി, ദേ. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ ഇത് എഴുതിയത്? നമ്മൾ മാജിക്കൽ അമ്മൂമ്മ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നു. മാജിക്കൽ ഗ്രാൻഡ്മ ലീവ്സ് ഇൻ എ സ്മോൾ വില്ലേജ്. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. സെക്കൻഡ് പോയിന്റ്, അവൾ അവളുടെ മാജിക് കൊണ്ട് എല്ലാവരെയും സഹായിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പം നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ, അവളുടെ ഹെർ. മാജിക് കൊണ്ട് എല്ലാവരെയും, എവ്രി വൺ, സഹായിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഹെൽപ്പ്. അപ്പം എങ്ങനെ നമ്മൾ എഴുതണ്ടേ? ഷീ ഹെൽപ്സ് എവ്രി വൺ വിത്ത് ഹെർ മാജിക്. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അവൾ അവളുടെ മാജിക് കൊണ്ട് എല്ലാവരെയും സഹായിക്കുന്നു. ഷീ ഹെൽപ്സ് എവ്രി വൺ വിത്ത് ഹെർ മാജിക്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് ഷീ ആണ് സബ്ജക്റ്റ്. വെർബ് ഹെൽപ്പ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ വെർബ് പ്ലസ് എസ് ഓർ ഇ എസ്. അപ്പോൾ ഇവിടെ വെർബ് ഹെൽപ്പിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യാം. ഇവിടെ എസിൻ്റെ ആവശ്യമുള്ളൂ. ഷീ ഹെൽപ്സ് എവ്രി വൺ വിത്ത് ഹെർ മാജിക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ സബ്ജക്റ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷീ ആണോ, ഇപ്പം നമ്മൾ ഷീ, ഹി, ഇങ്ങനെയുള്ള സബ്ജക്റ്റിന് കൂടെ നമുക്ക് എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ട് എഴുതാം. ഇപ്പം ഐ, യു, വി ഇങ്ങനെയുള്ള സബ്ജക്ട്സിന് കൂടെ നമുക്ക് എസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഐ ഹെൽപ്പ്, വി ഹെൽപ്പ്, അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ എസ് ചേർക്കാതെ എഴുതിയാൽ മതി. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് സബ്ജക്റ്റ് ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഷീ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ തേർഡ് പോയിന്റ്, കുട്ടികൾ എല്ലാ വൈകുന്നേരവും അവളെ സന്ദർശിക്കുന്നു. അപ്പോൾ ഇതും ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇവിടെ കുട്ടികൾ എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ നമുക്കിത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതാം. കുട്ടികൾ ചിൽഡ്രൻ, എല്ലാ വൈകുന്നേരവും, എവ്രി ഈവനിങ്. എല്ലാ എന്ന് വെച്ചാൽ എവ്രി, വൈകുന്നേരം, ഈവനിങ്, അവളെ ഹെർ, സന്ദർശിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വിസിറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ചിൽഡ്രൻ വിസിറ്റ് എന്ന് വെച്ചാൽ എന്താ? സന്ദർശിക്കുക. ചിൽഡ്രൻ വിസിറ്റ് ഹെർ, അവളെ. എവരി എന്ന് വെച്ചാൽ എന്താ? എല്ലാ, വൈകുന്നേരം, ഈവനിങ്. ചിൽഡ്രൻ വിസിറ്റ് ഹെർ എവറി ഈവനിങ്. കുട്ടികൾ എല്ലാ വൈകുന്നേരവും അവളെ സന്ദർശിക്കുന്നു. അപ്പോൾ ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ചിൽഡ്രൻ ആണ് സബ്ജക്റ്റ്. വെർബ് എന്താ? വെർബ് വിസിറ്റ്. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ സബ്ജക്റ്റ് നമ്മൾ ചെയ്ത് നോക്കുക. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ചിൽഡ്രൻ പ്ലൂറൽ ആണ്. അപ്പോൾ നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിൽഡ്രൻ പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ചിൽഡ്രൻ വിസിറ്റ് ഹെർ എവറി ഈവനിങ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചത് സബ്ജക്റ്റ്
സിംഗുലർ ആയിരുന്നു, അവിടുത്തെ സബ്ജക്റ്റ് ഹിയോ ഷീയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എസ് ഓർ ഇ എസ് വെർബിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇപ്പം പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും, ചിൽഡ്രൻ വിസിറ്റ് ഹർ എവറി ഈവനിങ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ 4th പോയിൻ്റ്, അമ്മൂമ്മ മനോഹരമായ കഥകൾ പറയുന്നു. ഇതും ഇപ്പം നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതാം? അപ്പം അമ്മൂമ്മ എന്ന് വെച്ചാൽ ഗ്രാൻഡ്മ, മനോഹരമായ, വണ്ടർഫുൾ, കഥകൾ, കഥകൾ എന്ന് വെച്ചാൽ സ്റ്റോറീസ്, കുറേ കഥകളുണ്ട്. അപ്പോൾ കഥകൾ, സ്റ്റോറീസ്. പറയുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ടെൽ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് എങ്ങനെ എഴുതാം? ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഗ്രാൻഡ്മ ടെൽ, പറയുക, ടെൽ. അപ്പം നമുക്ക് ടെൽസ് എന്ന് എഴുതാം. ഗ്രാൻഡ്മ ടെൽസ്, മനോഹരമായ എന്ന് വെച്ചാൽ എന്താ? വണ്ടർഫുൾ. ഗ്രാൻഡ്മ ടെൽസ് വണ്ടർഫുൾ സ്റ്റോറീസ്, കഥകൾ. അമ്മൂമ്മ മനോഹരമായ കഥകൾ പറയുന്നു. അപ്പം ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഗ്രാൻഡ്മ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. പിന്നെ എന്താ? വെർബ് എന്ന് പറയുമ്പോൾ ടെല്ലാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ ടെല്ലിൻ്റെ കൂടെ നമ്മൾ എസ് ഓർ ഇ എസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. കാര്യം ടെല്ലിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇ എസ് അവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഗ്രാൻഡ്മ ടെൽസ് വണ്ടർഫുൾ സ്റ്റോറീസ് നമ്മൾക്ക് എഴുതാൻ കഴിഞ്ഞു ഇത് യൂസ് ചെയ്തിട്ട്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ്. അപ്പം അമ്മൂമ്മ മനോഹരമായ കഥകൾ പറയുന്നു. ഗ്രാൻഡ്മ ടെൽസ് വണ്ടർഫുൾ സ്റ്റോറീസ്. അപ്പോൾ ഇതാണ് 4th പോയിന്റ്. നമുക്ക് 5th പോയിന്റ് പഠിക്കാം. അപ്പോൾ 4th പോയിന്റ്, അവൾക്കൊരു രഹസ്യ മാജിക് പുസ്തകം ഉണ്ട്. ഇതും ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അവൾക്കെന്ന് വെച്ചാൽ ഹർ, ഒരു രഹസ്യം എന്ന് വെച്ചാൽ എന്താ? സീക്രറ്റ്. മാജിക് പുസ്തകം ബുക്ക്. അപ്പോൾ ഉണ്ട്, അവൾക്കൊരു രഹസ്യ മാജിക് പുസ്തകം ഉണ്ട്. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? അവൾക്ക് ഷീ, ഉണ്ടെന്ന് പറയുന്നതാണ് ഷീ ഹാസ് എ സീക്രട്ട്, രഹസ്യ ബുക്ക്. ഷീ ഹാസ് എ സീക്രട്ട് മാജിക് ബുക്ക്. അവൾക്ക് ഒരു രഹസ്യ മാജിക് പുസ്തകം ഉണ്ട്. അപ്പോൾ ഷീ ഹാസ് എ സീക്രട്ട് മാജിക് ബുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഷീ എന്ന് വെച്ചാൽ എന്താ? സിംഗുലർ സബ്ജക്റ്റാണ് ഷീ. അപ്പം ഷീയുടെ കൂടെ നമുക്ക് എപ്പോഴും ഹാസ് എ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഷീ. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഞാൻ എഴുതിയിട്ടൊരു സ്മോൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഷീ, ഹീ, ഇറ്റ് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വരുമ്പോഴൊക്കെ നമുക്ക് ഹാസ് എ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷീ ഹാസ് എ സീക്രട്ട് മാജിക് ബുക്ക്. ഇപ്പം ഇവിടെ ഞാൻ പ്രത്യേകിച്ച് വീട്ടിൽ എഴുതിയിട്ടുണ്ട് ഐ, യു, വി, ദേ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. ഐ, യു, വി, ദേ ഇവിടെയൊക്കെ ഹാവ് യൂസ് ചെയ്യാം. പക്ഷേ ഷീ, ഹീ, ഇറ്റ് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വന്നാൽ ഹാസ് യൂസ് ചെയ്യാം. അപ്പം ഒരിക്കലും ഇവിടെ ഹാവ് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഷീ ഹാസ് എ സീക്രട്ട് മാജിക് ബുക്ക്. അവൾക്കൊരു രഹസ്യ മാജിക് പുസ്തകമുണ്ട്. ഇതാണ് 4th പോയിന്റ്. നമുക്ക് 5th പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഇപ്പോൾ മാജിക് സൂപ്പ് പാചകം ചെയ്യുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെ എഴുതാം? അവൾ എന്ന് വെച്ചാൽ ഷീ, ഇപ്പോൾ നൗ, പാചകം കുക്ക്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ഷീ ഈസ് കുക്കിംഗ് മാജിക് സൂപ്പ് നൗ. അവൾ ഇപ്പോൾ മാജിക് സൂപ്പ് പാചകം ചെയ്യുകയാണ്. അപ്പം നമുക്കിതെങ്ങനെ എഴുതി? ഇത് നമ്മൾ എഴുതിയത് സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയത്. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. അപ്പോൾ ഷീയുടെ കൂടെ സബ്ജക്റ്റ് പ്ലസ് ഈസ്, അപ്പോൾ ഷീയുടെ കൂടെ ഈസ് ആഡ് ചെയ്തു. ഷീ ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം. വെർബ് ഇവിടെ എന്താ? കുക്കിംഗ് ആണ് വെർബ്, കുക്കാണ് വെർബ്, കുക്ക്. ആ കുക്കിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു, അപ്പോൾ കുക്കിംഗ് ആയി. അപ്പോൾ ഷീ ഈസ് കുക്കിംഗ് മാജിക് സൂപ്പ് നൗ. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റ് എന്താണെന്ന് ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് നമുക്ക് ഈ ഒരു ഫോം നമുക്ക് സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോമാണ് ഇവിടെ വരേണ്ടത്. പക്ഷെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഈസ്, ആം, ഓർ ആർ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഈസ്, ആം, ഓർ ആർ. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ഓർ ആർ ആണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എപ്പോഴും ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. പക്ഷേ ഇവിടെ സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ് ഞാനിവിടെ ഈസ് എഴുതിയത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് നോക്കുക, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈസ്, ആം, ആർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഷീ ആയിട്ട് നമ്മൾ ഈസ് എഴുതി, ഷീ ഈസ് കുക്കിംഗ് മാജിക് സൂപ്പ് നൗ എന്ന് എഴുതി. അപ്പോൾ സബ്ജക്റ്റ് ഇപ്പം യു ആണെങ്കിൽ എങ്ങനെയാണ്? നമ്മളിവിടെ ഈസ് എഴുതാൻ പറ്റില്ല.
യു ആണെങ്കിൽ നമുക്ക് ആർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഐ ആണെങ്കിൽ നമുക്ക് ഈസ് എഴുതാൻ കഴിയില്ല. ഐ ആണെങ്കിൽ നമുക്കിവിടെ ആം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഈസ് ചേർക്കണോ, ആം ചേർക്കണോ, ആർ ചേർക്കണോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് എഴുതുക. പിന്നെ അത് കഴിഞ്ഞ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം സെയിം ആണ്. അപ്പോൾ എങ്ങനെയാണ്, അവൾ ഇപ്പോൾ മാജിക് സൂപ്പ് പാചകം ചെയ്യുകയാണ്. ഷീ ഈസ് കുക്കിംഗ് മാജിക് സൂപ്പ് നൗ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ, അവളൊരു മാജിക് പുസ്തകം വായിക്കുകയാണ്. ഇതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, വായിക്കുകയാണ്. അപ്പോൾ ഇതും ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം, അവൾ എന്ന് വെച്ചാൽ ഷീ, പുസ്തകം ബുക്ക്, വായിക്കുക റീഡ്. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ ഈസ് റീഡിങ് എ മാജിക് ബുക്ക്. അവൾ ഒരു മാജിക് പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പോലെ അതേ ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അവളൊരു മാജിക് പുസ്തകം വായിക്കുകയാണ്. ഷീ ഈസ് റീഡിങ് എ മാജിക് ബുക്ക്. ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്. ഷീ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. പിന്നെ ഈസ് ആഡ് ചെയ്തു, വെർബിൻ്റെ കൂടെ ഐ എൻ ജി ഫോം ആഡ് ചെയ്തു. അപ്പം ഷീ ഈസ് റീഡിങ് എ മാജിക് ബുക്ക്. അവളൊരു മാജിക് പുസ്തകം വായിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 8th പോയിന്റ് എന്താ, കുട്ടികൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അപ്പോൾ ഇതിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം, കുട്ടികൾ എന്ന് വെച്ചാൽ എന്താ, ചിൽഡ്രൻ. ശ്രദ്ധയോടെ കെയർഫുള്ളി, കേൾക്കുക എന്ന് വെച്ചാൽ ലിസൺ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ദ ചിൽഡ്രൻ ആർ ലിസണിങ് എന്ന് വെച്ചാൽ കേൾക്കുക, കെയർഫുള്ളി എന്ന് വെച്ചാൽ എന്താ, ശ്രദ്ധയോടെ. അപ്പം ദ ചിൽഡ്രൻ ആർ ലിസണിങ് കെയർഫുള്ളി, കുട്ടികൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അപ്പം ഇത് നമ്മൾ പഠിച്ച പോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം. അപ്പോൾ ഇവിടെ എന്താ ആറ് വന്നത്, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് വരെ എല്ലാം സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോമാണ് പഠിച്ചത്. ഈസ് ആയിരുന്നു ഇവിടെ എല്ലാം പഠിച്ചത്. ഇവിടെ ആറ് വരാൻ കാരണം ചിൽഡ്രൻ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ആറ് വന്നത്. അപ്പോൾ ഇവിടെ ചിൽഡ്രൻ ആണ് സബ്ജക്റ്റ് നോക്കണം. ചിൽഡ്രൻ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ആർ യൂസ് ചെയ്തിട്ട് എഴുതി. ലിസണിൻ്റെ കൂടെ ഐ എൻ ജി ആഡ് ചെയ്തു. ലിസൺ ആണ് വെർബ്. അപ്പം ദ ചിൽഡ്രൻ ആർ ലിസണിങ് കെയർഫുള്ളി, കുട്ടികൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, അവൾ ഒരു മാജിക് ട്രിക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതും ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, അവൾ എന്ന് വെച്ചാൽ എന്താ, ഷീ ഒരു മാജിക് ട്രിക്ക്, മാജിക് ട്രിക്ക് എന്ന് എഴുതാം. ഒരു മാജിക്, അപ്പോൾ മാജിക് ട്രിക്ക് പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ, ടീച്ച്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ ഈസ് ടീച്ചിങ്. അപ്പോൾ ഇവിടെ ഞാൻ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ടീച്ചാണ്. അപ്പോൾ നമ്മൾ ടീച്ചിൻ്റെ കൂടെ ഐ എൻ ജി യൂസ് ചെയ്തു. ഷീ ഈസ് ടീച്ചിങ് എ മാജിക് ട്രിക്കാണ് പഠിപ്പിക്കുന്നത്. ഷീ ഈസ് ടീച്ചിങ് എ മാജിക് ട്രിക്ക്. അപ്പം അവൾ ഒരു മാജിക് ട്രിക്ക് പഠിപ്പിക്കുകയാണ്. ഷീ ഈസ് ടീച്ചിങ് എ മാജിക് ട്രിക്ക്. അപ്പോൾ ഇതും നമ്മൾ എന്താ യൂസ് ചെയ്തത്, സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത്. ഇവിടെ സബ്ജക്റ്റ് എന്താ, ഷീ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഈസ് യൂസ് ചെയ്തു. ഈസ് പ്ലസ് വെർബ് എന്താ, ടീച്ചാണ് വെർബ്. ടീച്ചിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി ആഡ് ചെയ്തു. അപ്പം ഷീ ഈസ് ടീച്ചിങ് എ മാജിക് ട്രിക്ക്. അവൾ ഒരു മാജിക് ട്രിക്ക് പഠിപ്പിക്കുകയാണ്. ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ, വീടിന് മുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. വീടെന്ന് വെച്ചാൽ ഹൗസ് അല്ലെങ്കിൽ ഹോം എന്ന് പറയാം. മുകളിൽ എന്ന് വെച്ചാൽ എബവ്. നക്ഷത്രങ്ങൾ സ്റ്റാർസ്, കുറേ നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഒരു നക്ഷത്രമാണെങ്കിൽ സ്റ്റാർ എന്ന് പറയാം. നക്ഷത്രങ്ങളായതുകൊണ്ട് നമുക്ക് സ്റ്റാർസ് എന്ന് എഴുതാം. തിളങ്ങിക്കൊണ്ടിരിക്കുന്നു, ഷൈനിങ്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്, ദ സ്റ്റാർസ് ആർ ഷൈനിങ് എബോവ് ദ ഹൗസ്. അപ്പം നമ്മൾ ഈ ഫോം ഓർത്ത് വെച്ചിരിക്കുക. സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, സ്റ്റാർസാണ്. കുറേ സ്റ്റാറുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആർ യൂസ് ചെയ്തത്. സബ്ജക്റ്റ്
സിംഗുലർ അല്ല, പ്ലൂറലാണ്. കുറേ സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 6 യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ, വീടിൻ്റെ മുകളിൽ നക്ഷത്രങ്ങൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ദ സ്റ്റാർസ് ആർ ഷൈനിങ് എബോവ് ദ ഹൗസ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. പോയിന്റ് എന്താ, അവൾ ഒരു അസുഖപ്പെട്ട പക്ഷിയെ സഹായിച്ചു. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. സഹായിച്ചു എന്ന് പറയും, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? അവൾ എന്ന് വെച്ചാൽ ഷീ, ഒരു അസുഖപ്പെട്ട പക്ഷി. അസുഖപ്പെട്ട പക്ഷി വെച്ചാൽ സിക്ക് ബേർഡ്. അപ്പോൾ ഒരു അസുഖപ്പെട്ട പക്ഷി എന്ന് പറയുമ്പോൾ എ സിക്ക് ബേർഡ്, സഹായിക്കുക, ഹെൽപ്പ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ ഹെൽപ്ഡ് എ സിക്ക് ബേർഡ്. ഷീ ഹെൽപ്ഡ് എ സിക്ക് ബേർഡ്. അവൾ ഒരു അസുഖപ്പെട്ട പക്ഷിയെ സഹായിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് എഴുതിയത്? സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ പാസ്റ്റ് ഫോം ഓഫ് വെർബ് യൂസ് ചെയ്താണ് എഴുതിയത്. ഇവിടെ സബ്ജക്റ്റ് എന്താ? ഷീ സബ്ജക്റ്റാണ്. അപ്പോൾ ഷീയുടെ കൂടെ നമ്മൾ വെർബ് എന്താ? ഹെൽപ്പിൻ്റെ കൂടെ ഹെൽപ്പിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ഹെൽപ്പ്, യൂസ് ചെയ്തു. അപ്പോൾ അതൊരു പാസ്റ്റ് ഫോം ആയി. അപ്പോൾ ഷീ ഹെൽപ്ഡ് എ സിക്ക് ബേർഡ്. അപ്പം അവൾ ഒരു അസുഖപ്പെട്ട പക്ഷിയെ സഹായിച്ചു. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കുക. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് ആഡ് ചെയ്ത് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 11th പോയിന്റ് എന്താ? ഇന്നലെ അവൾ ഒരു മാജിക് മോതിരം കണ്ടെത്തി. അപ്പോൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്നലെ എന്ന് വെച്ചാൽ എന്താ? യെസ്റ്റർഡേ. അവൾ എന്ന് വെച്ചാൽ ഷീ, ഒരു മാജിക് മോതിരം. എ മാജിക് റിംഗ്. കണ്ടെത്തി എന്ന് പറഞ്ഞാൽ കണ്ടെത്തുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഫൈൻഡ്. ഇവിടെ കണ്ടെത്തി എന്നാണ്. അപ്പം ഫൈൻഡിൻ്റെ പാസ്റ്റ് ഫോം നമ്മൾ എഴുതണം. കണ്ടെത്തി എന്ന് പറഞ്ഞാൽ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഫൈൻഡിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ഫൗണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇന്നലെ എന്ന് വെച്ചാൽ എന്താ? യെസ്റ്റർഡേ അവൾ ഷീ. കണ്ടെത്തി അപ്പോൾ ഫൗണ്ട്. ഫൈൻഡിൻ്റെ പാസ്റ്റ് ഫോം ഫൗണ്ട് ആണ് ഞാൻ ഇവിടെ എഴുതി. യെസ്റ്റർഡേ ഷീ ഫൗണ്ട് എ മാജിക് റിംഗ്. കണ്ടെത്തി. ഇന്നലെ അവളൊരു മാജിക് മോതിരം കണ്ടെത്തി. യെസ്റ്റർഡേ ഷീ ഫൗണ്ട് എ മാജിക് റിംഗ്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് വെർബ് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. പാസ്റ്റ് ഫോം ഓഫ് വെർബ്. അപ്പോൾ ഇവിടെ എങ്ങനെ സബ്ജക്റ്റ് എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഷീയുടെ കൂടെ വെർബിൻ്റെ പാസ്റ്റ് ഫോം. ഇവിടെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ആണ്. ഫൈൻഡ് ഒരു പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ഫോം ആണ് നമ്മളിവിടെ എഴുതിയത്. പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഫൈൻഡ് ആണ്. ഫൈൻഡിൻ്റെ പാസ്റ്റ് ഫോം ഫൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? യെസ്റ്റർഡേ ഷീ ഫൗണ്ട് എ മാജിക് റിംഗ്. ഇന്നലെ അവളൊരു മാജിക് മോതിരം കണ്ടെത്തി. അപ്പോൾ നമ്മളിവിടെ ഫൈൻഡിൻ്റെ പാസ്റ്റ് ഫോം ഫൗണ്ട് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? കുട്ടികൾ സന്തോഷത്തോടെ ചിരിച്ചു. അപ്പോൾ ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ചിരിച്ചു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? കുട്ടികൾ എന്ന് വെച്ചാൽ ചിൽഡ്രൻ. സന്തോഷത്തോടെ ഹാപ്പിലി. ചിരിക്കുക ലാഫ്. കുട്ടികൾ സന്തോഷത്തോടെ ചിരിച്ചു. ദ ചിൽഡ്രൻ ലാഫ്ഡ് ഹാപ്പിലി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതിയെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ചിൽഡ്രൻ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ചിൽഡ്രൻ്റെ കൂടെ വെർബ് ലാഫ് വെർബാണ്. അപ്പോൾ വെർബിൻ്റെ പാസ്റ്റ് ഫോം ലാഫ്ഡ്. നമ്മൾ യൂസ് ചെയ്തു. ലാഫിൻ്റെ കൂടെ യൂസ് ചെയ്തപ്പോൾ ലാഫ്ഡായി. അപ്പോൾ ചിൽഡ്രൻ ലാഫ്ഡ് ഹാപ്പിലി. കുട്ടികൾ സന്തോഷത്തോടെ ചിരിച്ചു. അപ്പം ദ ചിൽഡ്രൻ ലാഫ്ഡ് ഹാപ്പിലി. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? അവൾ ഒരു മാജിക് കേക്ക് ഉണ്ടാക്കി. ഇതും കഴിഞ്ഞു പോയ കാര്യമാണ്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവൾ എന്ന് വെച്ചാൽ ഷീ, ഒരു മാജിക് കേക്ക്, എ മാജിക് കേക്ക്. ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എന്താ? മേക്ക്. അപ്പം നമുക്കിത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ ഷീ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എന്താ? മേക്ക്. അപ്പോൾ മേക്കിൻ്റെ പാസ്റ്റ് ഫോം ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. കാര്യം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് മേക്കിൻ്റെ പാസ്റ്റ് ഫോം മെയ്ഡാണ് എഴുതിയത്. ഷീ മെയ്ഡ് എ മാജിക് കേക്ക്. അപ്പോൾ അവൾ ഒരു മാജിക് കേക്ക് ഉണ്ടാക്കി. ഷീ മെയ്ഡ് എ മാജിക് കേക്ക്. അപ്പം മേക്കിൻ്റെ പാസ്റ്റ് ഫോം മെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയത്. നമുക്ക് നോക്കാം എങ്ങനെ എഴുതിയത്. നമുക്ക് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് ഫോം. അപ്പം ഇവിടെ വെർബ് എന്താ? വെർബാണ് മേക്കാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ മേക്കിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയപ്പോൾ മെയ്ഡായി. ഷീ ആണ് സബ്ജക്റ്റ് ഷീ.
വെർബ്. മേക്കിൻ്റെ പാസ്റ്റ് ഫോം മെയ്ഡായി. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് എഴുതിയത്. അപ്പോൾ അവളൊരു മാജിക് കേക്ക് ഉണ്ടാക്കി. ഷീ മെയ്ഡ് എ മാജിക് കേക്ക്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്താ? നാളെ അവൾ ഒരു പുതിയ കഥ പറയും. ഇത് പിന്നീടുള്ളൊരു കാര്യമാണ്. ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതേണ്ടത്? നാളെ ടുമോറോ അവൾ ഷീ ഒരു പുതിയ കഥ പറയും. ഒരു പുതിയ കഥ. എ ന്യൂ സ്റ്റോറി. പുതിയത് ന്യൂ. കഥ സ്റ്റോറി. പറയുക എന്ന് വെച്ചാൽ ടെൽ. അപ്പം നാളെ ടുമോറോ ഷീ വിൽ ടെൽ എ ന്യൂ സ്റ്റോറി. നാളെ അവളൊരു പുതിയ കഥ പറയും. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതിയത്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോം നമ്മൾ ഓർത്ത് വെച്ചേക്കുക. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വില്ല് നമ്മൾ വില്ല് ആഡ് ചെയ്തു. അപ്പോൾ വെർബ് എന്താ? ഇവിടുത്തെ വെർബ് എന്ന് വെച്ചാൽ ടെല്ലാണ് വെർബ്. അപ്പോൾ ടെല്ലിന് മുമ്പ് നമ്മൾ വില്ല് ആഡ് ചെയ്തു. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബാണ്. അപ്പോൾ വെർബിന് മുമ്പ് വിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതുന്നത്. ടുമോറോ ഷീ വിൽ ടെൽ എ ന്യൂ സ്റ്റോറി. നാളെ അവൾ ഒരു പുതിയ കഥ പറയും. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കും. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? അവൾ മാജിക് കുക്കീസ് ഉണ്ടാക്കും. ഇതും പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. പിന്നീടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവൾ എന്ന് വെച്ചാൽ ഷീ മാജിക് കുക്കീസ് ഉണ്ടാക്കും. ഉണ്ടാക്കുക എന്ന് വെച്ചാൽ മേക്ക്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഷീ വിൽ മേക്ക് മാജിക് കുക്കീസ്. ഷീ വിൽ മേക്ക് മാജിക് കുക്കീസ്. അവൾ മാജിക് കുക്കീസ് ഉണ്ടാക്കും. അപ്പം നമ്മൾ ഈ ഫോം വെച്ചിട്ടാണ് എഴുതിയത്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ്. അപ്പോൾ ഈ ഒരു ഫോം ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ ഈ ഒരു ഫോം നമ്മൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എങ്ങനെയാണ്? സബ്ജക്റ്റ് എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ കഴിഞ്ഞിട്ട് ഷീ പ്ലസ് വിൽ ആഡ് ചെയ്തു പ്ലസ് വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ മേക്കാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ ഷീ വിൽ മേക്ക് മാജിക് കുക്കീസ്. അവൾ മാജിക് കുക്കീസ് ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ 16th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? കുട്ടികൾ വീണ്ടും വരും. ഇതും പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പം ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ കുട്ടികൾ എന്ന് വെച്ചാൽ ചിൽഡ്രൻ. വീണ്ടും ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ? എഗെയിൻ. വരിക എന്ന് വെച്ചാൽ എന്താ? കം. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ദ ചിൽഡ്രൻ വിൽ കം എഗെയിൻ. കുട്ടികൾ വീണ്ടും വരും. അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ചിൽഡ്രൻ ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വിൽ ആഡ് ചെയ്തു. വിൽ പ്ലസ് വെർബ് എന്ന് വെച്ചാൽ എന്താ? കം ആണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ സെൻറ്റൻസ് എഴുതിയത് ചിൽഡ്രൻ വിൽ കം എഗെയിൻ. കുട്ടികൾ വീണ്ടും വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താ? അവൾ പുതിയ മാജിക് ട്രിക്കുകൾ പഠിപ്പിക്കും. ഇതും ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. പഠിപ്പിക്കും പിന്നീടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവൾ എന്ന് വെച്ചാൽ ഷീ, പുതിയത് ന്യൂ, ട്രിക്സ് പഠിപ്പിക്കും ടീച്ച്. അപ്പം എങ്ങനെയാണ്? പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ടീച്ച്. പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസ് ആൻഡ് വിൽ ടീച്ച് നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ഷീ വിൽ ടീച്ച് ന്യൂ മാജിക് ട്രിക്സ്. അവൾ പുതിയ മാജിക് ട്രിക്കുകൾ പഠിപ്പിക്കും. ഷീ വിൽ ടീച്ച് ന്യൂ മാജിക് ട്രിക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതിയത്? ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് നമ്മൾ എന്താ? ടീച്ച്. വെർബ് യൂസ് ചെയ്യണം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ജക്റ്റിന് ശേഷം വിൽ ആഡ് ചെയ്തു. വില്ലിന് ശേഷം വെർബ് ടീച്ചിനൊരു ചേഞ്ചും വരില്ല. അത് തന്നെ സെയിം ആയിരിക്കും. അപ്പോൾ അവൾ പുതിയ മാജിക് ട്രിക്കുകൾ പഠിപ്പിക്കും. ഷീ വിൽ ടീച്ച് ന്യൂ മാജിക് ട്രിക്സ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം ഇനി. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എല്ലാവരും മാജിക് അമ്മൂമ്മ എന്നും ഓർക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് എഴുതുന്നത്? എന്നും ഓർക്കും. ഇത് ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. പിന്നീടുള്ളൊരു കാര്യമാണ് പറയണത്. അപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ എവ്രി വൺ. മാജിക്കൽ അമ്മൂമ്മ എന്നും എന്ന് വെച്ചാൽ എന്താ? ഫോർ എവർ. എന്നും എന്ന് വെച്ചാൽ ഫോർ എവർ. ഓർക്കുക എന്ന് വെച്ചാൽ എന്താ? റിമെമ്പർ. എന്നും ഫോർ എവർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എവ്രി വൺ വിൽ റിമെമ്പർ മാജിക്കൽ ഗ്രാൻഡ്മ ഫോർ എവർ. എവ്രി വൺ എന്ന് വെച്ചാൽ എല്ലാവരും. അപ്പോൾ നമ്മളിവിടുത്തെ സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് എന്താ? എവ്രി വൺ. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ് ആണല്ലോ. അപ്പം ഇവിടെ സബ്ജക്റ്റ് എവ്രി വണ്ണിൻ്റെ കൂടെ നമ്മൾ വിൽ ആഡ് ചെയ്തു. വിൽ പ്ലസ് വെർബ് എന്ന് വെച്ചാൽ റിമെമ്പർ. അപ്പോൾ എവ്രി വൺ വിൽ റിമെമ്പർ മാജിക്കൽ ഗ്രാൻഡ്മ ഫോർ എവർ. എല്ലാവരും മാജിക്കൽ അമ്മൂമ്മ എന്നും ഓർക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.